ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യ ചെന്നൈയിലാണ്. നമ്മുടെ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലയൺസ് ബ്ലഡ് ബാങ്ക് അതിൻ്റെ ഫൗണ്ടറാണ്. അൻപത് വർഷമായി കൂത്താട്ടുകുളത്ത് നിന്നും ചെന്നൈയിലെത്തി ഇവിടെ സേവന പ്രവർത്തനങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട ടി ജെ ജോർജ് സാറാണ്. വെൽക്കം ടി ജെ ജോർജ് സാർ. അപ്പോൾ വിശേഷങ്ങൾ നമ്മുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പ്രേക്ഷകർ സാറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ലയൺസ് ബ്ലഡ് ബാങ്കിൻ്റെ ഫൗണ്ടറാണ്. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശേഷങ്ങൾ നിങ്ങൾ അറിയുന്നത്. അപ്പോൾ തുടങ്ങി വെച്ചു. അപ്പോൾ കൂത്താട്ടുകുളത്ത് നിന്നാണ് അല്ലേ ജനനം? അച്ഛൻ്റെ പേര് ജോസഫ്, അമ്മയുടെ പേര് മേരി. അപ്പോൾ ജനനം എന്നായിരുന്നു? ജനനം 1940. ഓക്കെ, 1914 ജനനം അല്ലേ? അല്ലേ, ഒറ്റ മോനോ അതോ സഹോദരങ്ങൾ? 8 പേരുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ? നാട്ടിൽ തന്നെയായിരുന്നു. നല്ല എത്ര വിദ്യാഭ്യാസം മുഴുവനും ഈ ആൾക്കാരുമായിട്ട് മൂവ്മെന്റ്സും കാര്യങ്ങളാണ് എൻ്റെ വിദ്യാഭ്യാസം. ആൾക്കാരായിട്ട് മൂവ് ചെയ്യണതാണ് എൻ്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തി അല്ലേ? അപ്പോൾ ജോർജ് സാർ, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കേരളത്തിലാണല്ലോ നമ്മൾ ജനിച്ചു വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ കേരളം വിട്ട് ചെന്നൈയിലേക്ക് എത്തപ്പെട്ടത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം എല്ലാവരും ഒരു ആൾക്കാരിപ്പോൾ അന്നൊക്കെ പണ്ട് കേരളത്തിൽ നിന്ന് ജോലിക്ക് പോകുന്നവര് ഒന്നുമില്ലേ ബോംബെ, ഡൽഹി, കൽക്കട്ട, മദ്രാസ്, അതിൻ്റെ അങ്ങപ്പുറത്തേക്ക് പോയല്ലേ. ഫോറിനിലേക്ക് എല്ലാവരും പോകുന്നത്. ഞാൻ ചോദിച്ചു വന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നിൽക്കാതെ ചെന്നൈയിലേക്ക് നമ്മൾ വരാനുള്ള കാരണം തോന്നി, അങ്ങനെ തോന്നി. നമുക്ക് എന്തെങ്കിലും ഓഫർ ചെന്നൈയിൽ നിന്ന് വരികയുണ്ടായോ? എന്തെങ്കിലും ജോലിയായിട്ട്? ഓഫർ ഫുട്ബോൾ ഫാനായിരുന്നു. ഓ, അവിടെ ACC സിമെന്റിലെ പിന്നെ ഫുട്ബോൾ ടീമിലെ ഒരു ട്രയൽ വരാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ അവിടെ പോയത്. ഓക്കെ. ആ ഫ്രണ്ടിന്റെ പേരെന്താണ്? അലക്സ്. അപ്പൊ അലക്സ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇങ്ങോട്ട് ചെന്നൈയിലേക്ക് വരാനുള്ള ഒരു കാരണക്കാരനായത്. അപ്പൊ അച്ഛനും അമ്മക്കൊക്കെ സന്തോഷമായിരുന്നു കേരളം വിട്ട് അവരൊക്കെ വിട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോഴുള്ളൊരു? അപ്പൊളാ പറഞ്ഞോ ലയൺസ് ക്ലബ് ഭയങ്കര ഒരു എക്സ്പോഷർ കിട്ടി. അപ്പോൾ ഞാൻ മൾട്ടിനാഷണൽസ് ആയിരുന്നു എൻ്റെ കോൺട്രാക്ടേഴ്സ് എല്ലാം. ഓൾ മൾട്ടിനാഷണൽസ് ട്രാൻസ്പോർട്ട്. അത് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഓൾസോ ഹെൽപ് മീ ടു ഡെവലപ്പ് മൈ തിങ്കിങ് ഓൾസോ. അങ്ങനെയാണ് ആക്സിഡൻ്റലി ഐ ജോയിൻഡ് ലയൺസ് ക്ലബ്. അത് 50 years ബാക്കാണ് ഞാൻ ലയൺസ് ക്ലബ് ജോയിൻ ചെയ്തത്. അത് പ്രസിഡൻ്റായി, ഡെപ്യൂട്ടി ഗവർണറായി, അങ്ങനെ വന്ന് ഗവർണറായി, 90 ഡിസ്ട്രിക്ട് ഗവർണറായി. അതിന് മുമ്പായിട്ടാണ് ബ്ലഡ് ഡൊണേഷനെ പറ്റി ഒരു അവയർനെസ് വന്നത്. അപ്പോൾ ഡോക്ടർ രവീന്ദ്രനാഥ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആൾ അന്ന് ഗവർണറായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്നു, ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 80s ഈ ബ്ലഡിൻ്റെ റിക്വയർമെൻ്റ് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ ആവശ്യം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആക്സിഡൻറ്റ്, ചൈൽഡ് ബർത്ത്, ഇതിനൊക്കെയാണ് ആക്ച്വലായിട്ട് ബ്ലഡിൻ്റെ ആവശ്യം വന്നിരുന്നത്. അതിനുശേഷം ടെക്നോളജി വളരെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി, അതൊക്കെ ഒത്തിരി പിന്നെ സോഫിസ്റ്റിക്കേറ്റഡ് സർജറി ഒക്കെ വന്നപ്പോഴാണ് ബ്ലഡ് ഡൊണേഷൻ്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൂടി വന്നു. അപ്പം ബ്ലഡൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെയ്ഡ് ഡോണേഴ്സിൻ്റെ അടുത്തുനിന്നായിരുന്നു ബ്ലഡ് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ. ഓൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഓൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പെയ്ഡ് ഡോണേഴ്സ്. അപ്പോൾ ഒരു 15 രൂപയ്ക്ക് കൊടുത്ത ഒരാൾ വന്ന് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. ഇപ്പോൾ MGRൻ്റെ പടം വെള്ളിയാഴ്ച റിലീസാണെങ്കിൽ ബുധനാഴ്ച കൂടുതൽ ആൾക്കാർ വന്ന് ഡൊണേറ്റ് ചെയ്യും. 15 രൂപ കിട്ടും. സിനിമ ബ്ലഡ് കൊടുത്തിട്ട് സിനിമ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ഓഫ് ബ്ലഡ് ഇസ് നോട്ട് ഗുഡ്. ഇൻക്ലൂഡിങ് മാരും അതൊക്കെ സബ് സ്റ്റാൻഡേർഡാണ്. ഹെൽത്ത് ഇസ് നോട്ട് ഗുഡ്. അപ്പോഴേ നിങ്ങൾ ആലോചിച്ച് നമുക്കൊരു വോളണ്ടറി ഡോണേഴ്സ് വരുന്നത്. അപ്പോൾ ഈ പ്രൊഫഷണൽ ഡോണേഴ്സിൻ്റെ കൂടെ വോളണ്ടറി ഡോണേഴ്സ് വരാൻ അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഓൺ ബ്ലഡ് ബാങ്ക് തന്നെ, ബ്ലഡ് ബാങ്ക് മാത്രമാണ്, ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെ തുടർന്ന് നോക്കി ഞങ്ങൾ ആരംഭിച്ചതാണ്. 83 ആരംഭിച്ചു. ഈ വർക്ക് ഒത്തിരി ഡോക്ടേഴ്സിനെ കോൺഫറൻസ് ഒക്കെ നടത്തി നെസിറ്റി എങ്ങനെ പോകണമെന്നൊക്കെ നോക്കി. അപ്പോൾ ഡോക്ടർ ഹാൻഡ് ഹെൽത്ത് മിനിസ്റ്റർ he was very keen that we must start it. റെഡ് ക്രോസ് എല്ലാം നടന്നില്ല. ഞങ്ങൾ ആരംഭിക്കും. റെഡ് ക്രോസ് എനിക്ക് ലയൺസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാൻ പറ്റി. ഗ്രാജുവലി 10 യൂണിറ്റ് 20 യൂണിറ്റ് ആയിരുന്നു ഒരു ദിവസം കളക്ട് ചെയ്തിട്ടുണ്ട്. അത്
ഈ 90 ആയപ്പോഴത്തേനും ഒരു 90s തിങ്സ് ഹവ് ചേഞ്ച്. എയ്ഡ്സ് വരാൻ തുടങ്ങിയില്ല. ആ ഡിസീസ് വന്നപ്പോഴാണ് ബ്ലഡ് ക്വാളിറ്റി ഓഫ് ബ്ലഡ്, സേഫ്റ്റി ഓഫ് ബ്ലഡിൻ്റെ അവയർനെസ് കൂടുതലുണ്ടായത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ബ്ലഡ് ആൻഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് ആരംഭിച്ചു. അതിലെ വൺ ഓഫ് ദി ഫൗണ്ടർ ട്രസ്റ്റിയാണ്. അപ്പോൾ സേഫ്റ്റി ഓഫ് ദി ബ്ലഡിന് ഒത്തിരി പ്രിക്കോഷൻസ്, ഒത്തിരി ഫണ്ട്സും വരാൻ തുടങ്ങി. പിന്നെ ഇത് ഹെൽത്ത്, വേൾഡ് ബാങ്ക് എല്ലാം ഒത്തിരി എക്യുപ്മെൻറ്റ്സ് എല്ലാം തരാൻ തുടങ്ങി. അപ്പോൾ ക്വാളിറ്റി ഓഫ് ബ്ലഡ് ഓൾസോ ഹാസ് ഇംപ്രൂവ്. അപ് ടു 2000 ഒരൊറ്റ യൂണിറ്റ് കൂടെ നമുക്ക് ഈ എയ്ഡ്സ് വന്ന ഒരു രോഗി കിട്ടിയിട്ടില്ല. പക്ഷെ വി ഹാവ് ടു അണ്ടർഗോ ദിസ് ടെസ്റ്റ്. ഈ ടെസ്റ്റെല്ലാം ചെയ്യണമല്ലോ. ഓക്കെ ഓക്കെ. അങ്ങനെ പോയി. പിന്നെ 2000 ഗവൺമെൻറ് പോളിസി എടുത്തു. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് എയ്ഡ്സ് സെൽ കൺട്രോളിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഐ വാസ് എ മെമ്പർ. അപ്പം വി ഓൾ ഡിസൈഡഡ് ദാറ്റ് പിന്നെ ഈ ബ്ലഡ് ഇങ്ങനെ ഹോൾ ബ്ലഡ് കൊടുക്കുന്ന സിസ്റ്റം മാറ്റിയേക്കും. Whole blood, why should I dump whole blood into a patient who requires only red cells? വേണ്ടവർക്ക് അത് ഓപ്പറേഷൻ സർജറിക്കുള്ള റെഡ് സെൽസ് മതി. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ 2000 ഞങ്ങൾ ബ്ലഡ് സെപ്പറേഷൻ തുടങ്ങി. ഒരു യൂണിറ്റ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അത് 3 പേർക്ക് കൊടുക്കുന്ന പോലെ 3 ബാഗിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ്, റെഡ് സെൽസ്, പ്ലാസ്മ അത് 3 ആക്കും. റെഡ് സെൽസിന് 41 days ലൈഫുണ്ട്. ഇതിന് പ്ലേറ്റ്ലെറ്റ്സിന് 4 ദിവസം. ടെസ്റ്റ് കെപ്റ്റിന് പർട്ടിക്കുലർ ടെമ്പറേച്ചർ പറയാൻ വിത്ത് ടെക്നിക്കലാണ്. പിന്നെ പ്ലാസ്മ അത് മിക്കവാറും ബീങ് യൂസ്ഡ് ഓൺലി ഫോർ ബേൺ കേസസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അത് മാത്രമല്ല അതിപ്പോൾ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നെ ഈ മാനുഫാക്ചറിങ് ഡ്രഗ്സിന് വളരെ ആവശ്യമാണ്. സോ ലൈക്ക് ദാറ്റ് വെന്റ് ഓൺ ഫ്രം 10 units a month. Now we are processing about 3000 units a month. And we supply about 700 hospitals. ഞങ്ങൾക്കിപ്പോൾ ഈ ബ്ലഡ് സ്റ്റോറേജ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ബ്ലഡ് എടുത്ത് ക്രോസ് ചെയ്തെടുത്ത് പോകാൻ ടൈം എടുക്കും. അപ്പം മേജർ ഹോസ്പിറ്റൽ വി ഹാവ് സെറ്റപ്പ് അവർ ഇതിൻ്റെ ഈ ബ്ലഡ് സ്റ്റോറേജ് സെൻ്റർ. അപ്പോൾ അവർ കോഴ്സ് ഇവിടെ നമുക്ക് ബ്ലഡ് എടുത്തിട്ട് പോയി അവർക്ക് സ്റ്റോർ അവിടെ ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ അവർ ക്രോസ് മാച്ച് ചെയ്ത് കൊടുത്തിട്ട് പോകാം. നിലവിൽ ഇപ്പോൾ എത്ര ഹോസ്പിറ്റലുകാർക്ക് ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും? 700. ബിഫോർ കോവിഡ് ഈ തമിഴ്നാട് സിറ്റി തന്നെ. ഓ, ബിഫോർ കോവിഡ് 700 ഹോസ്പിറ്റൽ. ഇപ്പോൾ അത്രയൊന്നുമില്ല. അപ്പം ഒത്തിരി ചേഞ്ച് വന്നു. കോവിഡ് ഹാസ് മെയ്ഡ് എ ബിഗ് ഇമ്പാക്ട് ഓൺ ബ്ലഡ് ഡൊണേഷൻ. ഒരു 6 മാസത്തേക്ക് ഓൾമോസ്റ്റ് വി ഹാവ് ടു സസ്പെൻഡ്. ആരും വരികയില്ല ബ്ലഡ്. സർജിക്കൽസ് ഓൾസോ ഹാസ് ബീൻ പോസ്റ്റ്പോൺ. നൗ ഗ്രാജുവലി വി ഹാവ് അവർ മെയിൻ സോഴ്സ് ഓഫ് ബ്ലഡ് ഈസ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ആണ്. അത് ഹോസ്പിറ്റൽ, പിന്നെ കോളേജസ്, IT companies, corporate companies, even churches. I go and talk and they say blood കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. In fact, one of the masses, they give me a slot during the mass. And I say, if Jesus Christ has shed blood, why not you donate a few drops to save another life? That is it. അവർക്ക് ആ ബ്ലഡ് ഡോണറുള്ള ഒരു അവയർനെസ് ശരിക്കും ഉണ്ട്. പിള്ളേർ ഈ കോളേജ് സ്റ്റുഡൻസും IT കമ്പനീസും 99% ഓഫ് അവർ റിക്വയർമെൻറ്റ് നമ്മൾ ക്യാമ്പിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ആൾക്കാർ വാക്കിംഗ് വരുമ്പോൾ അവർക്ക് ഒരു ഹാഫ് ഡേ എടുക്കും. അതിന് കൊടുത്ത് പോകാനൊക്കെ ഒരു ഹാഫ് ഡേ എടുക്കും. ഓക്കെ. ഈവൻ ഫോറിൻ കൺട്രീസ് ഓൾസോ മോസ്റ്റ് ഓഫ് ദം ഐ ഹാവ് വിസിറ്റഡ് മോസ്റ്റ് ഓഫ് ദി കൺട്രീസ്, ബ്ലഡ് ബാങ്ക്സ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയും അവർ ഡിപ്പെൻഡിങ് ഓൺ ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവിലാണ് പോകുന്നത്. കാരണം ആൾക്കാർ ഇവിടെ വരുന്നതിനൊക്കെ നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് സൗകര്യമാണ്. അപ്പോൾ ഒരാൾ കൊടുക്കുന്നത് കാണുമ്പോൾ 4 പേര് കൊടുക്കും, 10 പേര് കൊടുക്കും, 100 പേര് കൊടുക്കും. ഇന്നലെ ഒരു കമ്പനി ചെന്നപ്പോൾ ഇങ്ങോട്ട് 120 യൂണിറ്റ്സ്. പിന്നെ അവർ എല്ലാ കമ്പനിയും എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് മദർ തെരേസയാണെന്ന് ഞാൻ 1983 ഓ പ്രിസൈസ് മാർച്ച് 3 മദർ തെരേസ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ബ്ലഡ് ബാങ്ക്. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ മദർ തെരേസ അന്ന് ചെന്നൈക്ക് പറഞ്ഞൊരു കാര്യം എന്ന് ചോദിച്ചാൽ MGR വിളിച്ചു വന്നതാണ്. ഓ, മദർ തെരേസ യൂണിവേഴ്സിറ്റി ഇനാഗുറേറ്റ് ചെയ്യാൻ വന്നതാണ്. ഓ, അതിനായിട്ട് വന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ നടന്നു. ആ സമയത്ത് ഞങ്ങളൊരു സ്ലോട്ട് മേടിച്ച് ഐ മെറ്റ് ഹർ ഇൻ എ വെരി സിമ്പിൾ ലൈഫ്. ട്രൈബറൽ അവരുടെ സെൻറ്ററിൽ പോയി കണ്ടു. ഷീ ഇൻവൈറ്റ് മീ ടു ഹർ റൂം. കണ്ടതാണ് സിമ്പിൾ ബെഡ്, ഒരു ഇരുമ്പ് കോട്ട്, ഒരു 2 സാരി അളക്കി ഇട്ടിട്ട് സിമ്പിൾ. സോ സിമ്പിൾ. അത് കാരണം ഇന്നിപ്പോൾ മദർ ടെരേസ ഇനാഗുറേറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും
ഇവൻ ലാൻസ് ഇന്റർനാഷണൽ ആരും വിശ്വസിക്കുന്നില്ല. മദർ തെരേസ ഇന്ന് ഒരു അതെ. ബ്ലഡ് ബാങ്ക് ഇനാഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചല്ലേ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. ആ ടച്ച്, ആ ബ്ലെസ്സിങ് ഇപ്പോൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നല്. ഐ എം നോട്ട് റിലീജിയസ് പേഴ്സൺ അല്ല, ബട്ട് ഐ എം സ്പിരിച്വൽ പേഴ്സൺ. ഇതൊരു സേവനമാണല്ലോ. ഇത് നമ്മൾ വലിയ ബിസിനസ് ആയിട്ടൊന്നും നമ്മളിത് കാണാൻ പറ്റില്ലല്ലോ. അഡിക്റ്റ് ആയിപ്പോയി. ഓൾമോസ്റ്റ് ലൈഫ്. സാറേ, എന്തുകൊണ്ടാണ് ഇതിലേക്ക് ഒരു തിരിയാനുള്ള കാരണം? എൻ്റെ മോസ്റ്റ് ഡിയറസ്റ്റ് പേഴ്സൺ ഇൻ മൈ ഫാമിലി ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ഈ കണ്ടാമിനേറ്റഡ് ബ്ലഡ് വന്ന് ജോണ്ടിസ് പറ്റി മരിച്ചു. ഓ, ദാറ്റ് ഹസ് ടച്ച് മീ. അപ്പോൾ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ഏർപ്പാട് ചെയ്യുമ്പോൾ അവരെന്ത് ഏർപ്പാട് ചെയ്ത് കൊണ്ടുവന്ന് അന്നൊന്നും ടെസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാറ്റ് വാസ് ലിങ്കറിങ് ഇൻ മൈ മൈൻഡ്. എന്തെങ്കിലും അപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ നമ്മുടെ പിന്നെ ഐ ബിക്കം ഒബ്സസ്ഡ് വിത്ത് ഇറ്റ്. സോ ഓൾമോസ്റ്റ് ഓൾ ദി പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, സൺ ടി വി എല്ലായിടത്തും ഒത്തിരി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. തമിഴും സംസാരിക്കും ഞാൻ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു മിഷനായിട്ട് ഇതിൽ പോവാണ്, ലൈഫ് അങ്ങ് പോവാണ്. ഐ എം വെരി ഹാപ്പി. ഇന്നിപ്പം ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെല്ലാം പിന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇപ്പോൾ മദ്രാസ് ബിക്കുമേ ഇപ്പോൾ എല്ലായിടത്തും വന്നു. ഒത്തിരി ഹോസ്പിറ്റലും അല്ലെങ്കിൽ മദ്രാസ് ഒരു മെഡിക്കൽ ക്യാമ്പിലായിരുന്നു. അപ്പോൾ ഒത്തിരി പേഷ്യൻ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ അവർ ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും കിട്ടും. രാത്രിയും പകലും ബംഗ്ലാദേശ് മുതൽ ഭൂട്ടാൻ മുതൽ ആൾക്കാർ എനിക്ക് പഠിക്കും. ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ജോർജിന് ഇമ്മീഡിയറ്റ് ഒരു തോന്നുന്നു. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഫാമിലിയൊക്കെ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്തായാലും 50 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലേക്ക് വന്നു. പിന്നെ നാട്ടിലേക്ക് അപ്പോൾ എത്രാമത്തെ വയസ്സിലായിരിക്കും സാറ് ചെന്നൈയിലേക്ക് വന്നു? 30, 35? 25 വന്നു അല്ലേ? അപ്പോൾ പിന്നെ ചെന്നൈയിൽ തന്നെയായിരുന്നു നമ്മൾ ഭാര്യ വിവാഹം? കേരളത്തിലാണ്. എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? പിറവത്തിനടുത്താണ് അല്ലേ? അപ്പോൾ സാർ എന്തായാലും ചെന്നൈയിൽ വന്നിട്ട് ഇപ്പോൾ വിവാഹമൊക്കെ ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വന്നു അല്ലേ? വീട്ടുകാരെ കൂടിയൊക്കെ എല്ലാവരും കൂടി ആലോചിച്ച ഒരു കല്യാണമായിരിക്കും അല്ലേ? വൈഫിൻ്റെ പേരെന്താണ്? മേരി എന്നാണ്. ഓക്കെ. അപ്പോൾ അമ്മയുടെ പേര് തന്നെ? രണ്ടുപേരല്ലേ? ഓക്കെ. പിള്ളേർ രണ്ടുപേരും കല്യാണം കഴിക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഒരു മകനും ഒരു മകളുമാണ്. എൻ്റെ വൈഫ് ഈസ് ഫ്രം എറണാകുളം. നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയാം, പറഞ്ഞറിയാം. ഈസ് എ പൊളിറ്റിക്കൽ ഫാമിലി. എ.സി. ജോർജ് അനിയൻ്റെ മകളെയാണ് എൻ്റെ മകൻ കിട്ടിയത്. മോൻ്റെ പേരെന്താണ്? ബിബിഷ് ജോർജ്. ഓക്കെ. മകളുടെ പേര്? ആഷ എന്ന് പറയും. ആഷ ഓൾസോ മാരീഡ് ടു ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ് സണ്ണാണ്. ഓക്കെ. ഇറ്റ്സ് എ ലിസ്റ്റഡ് കമ്പനി, തേജോ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ 50 കൊല്ലം ചെന്നൈയിലായതുകൊണ്ട് കേരളമായിട്ട് വലിയ ടച്ചൊന്നും ഇല്ലാന്നോ? വല്ലപ്പോഴേക്കേ പോവുള്ളൂ? നമുക്ക് ഇപ്പോൾ ഇവിടെ ബ്ലഡിന്റെ സംഭവം ആണെങ്കിൽ നമ്മുടെ രക്തബന്ധം കിടക്കുന്ന കേരളത്തിനാണല്ലോ. അത് മറക്കാൻ പാടില്ല. 7 സഹോദരന്മാരുണ്ട്. അവരൊക്കെ കാണാറുണ്ടോ? അതെ, എന്റെ രക്തത്തിന്റെ രക്തമേ അല്ലേ? അതെ. ഓപ്പറേഷൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് US MR രാധ ഷൂട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒത്തിരി പേര് പോയി ബ്ലഡ് കൊടുത്തു. ഓക്കെ. രക്തത്തിന്റെ രക്തമേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു സാധാരണ ഒരു അതിഥിയല്ല. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും അദ്ദേഹം പറഞ്ഞതും ഒക്കെ എല്ലാം നമ്മൾ കേട്ടു. ഒത്തിരി അറിവുകൾ. ബിസിനസ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല, സേവനം കൂടി ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒത്തിരി അറിവുകൾ തന്ന TJ ജോർജ് സാറിന് ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ ആശംസകളും പറയുന്നു.